ഇപ്പം എന്നെ കൊല്ലാൻ വരെ ഇവിടെ വണ്ടി വിട്ടതാരാന്ന് ബുദ്ധി കൊണ്ടേ നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ ജീവന് ഭീഷണിയായിട്ട് വാഹനങ്ങളിൽ ഇവിടെ ആളിനെ സന്ധ്യസമയത്ത് ഇവിടെ വിട്ടു. ഇവിടെ പൊന്നുമോനെ ആരാടാ സമ്മതിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ചുണ്ടെന്ന് പറഞ്ഞിട്ട്? ഫിറൂസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്, ആ വീടിന് ചോർച്ചയില്ല. രേണുസുതി കാരണം ജീവിതം രക്ഷപ്പെട്ട എളിയ കലാകാരൻ പ്രതീഷ്, രേണുവിന്റെ നായകൻ, പുള്ളിക്കെതിരെ ഇപ്പോ രേണുവിനൊക്കെ വീട് വെച്ചു കൊടുത്ത നമ്മുടെ ഫിറോസ് ഉണ്ടല്ലോ, KHDCയുടെ ആ ഒരു ഫൗണ്ടേഷന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് ഇവർക്ക് വീട് വെച്ചു കൊടുത്ത വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ ഈ പ്രതീഷിനെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. കൂടാതെ ഈ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ഒരു പാവം പള്ളിലച്ചനുണ്ടല്ലോ, ഒരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട്, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ആ പുള്ളിക്ക്. ഭീഷണിയാണ്, ഗുണ്ടകളുടെ ഭീഷണി. PR ഗുണ്ടകളുടെ ഭീഷണിയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും പുള്ളിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ ആരൊക്കെയോ അവിടെ വന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതാണ് പുള്ളി ഇപ്പം പറയുന്നത്. സഹായിക്കാൻ പോയതാ. എന്താണെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ എല്ലാവരും തരിക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഫിറോസിക്ക പുള്ളിയുടെ KHDC എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മുന്നിട്ട് നിന്ന്, അല്ലെങ്കിൽ പുള്ളി മുന്നിൽ നിന്ന് ഒരു വീട് വെച്ചു കൊടുക്കുന്നു. ആ വീടിന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ചോർച്ചയും പറഞ്ഞാണ് ആദ്യമേ വന്നത്. സത്യം പറഞ്ഞാൽ ചോർച്ചയൊന്നുമില്ല. മറ്റേ തൂവാനം അടിച്ചു കയറുന്നു. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ, ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കണം. ഒരു കുഞ്ഞു പ്രശ്നമാണത്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചോർച്ചയും തൂവാനം അടിച്ചു കയറുന്നതും രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, അത് ഏതൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലായില്ലെങ്കിൽ അത്യാവശ്യം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകത്തില്ലേടേ? ഈ ചോർച്ചയും തൂവാനും അടിച്ചു കയറുന്നതും തമ്മിലുള്ള വ്യത്യാസം അതറിയാതെ പ്രതീഷ് എന്തൊക്കെയോ വന്ന് ഏതോ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ ആ വീഡിയോ പോയി തപ്പി, പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഒരു വീഡിയോവിന്. ഏത് വീഡിയോയിൽ ഇത് പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് ഒരുപാട് പോയി തപ്പി കിട്ടിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ ക്ലിപ്പ് കാണുകയാണെങ്കിൽ ഒന്ന് താഴെ പിൻ ചെയ്തിട്ടേക്കണേ. പക്ഷേ അങ്ങനെ ഇവരെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫിറോസ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നത്. നമുക്ക് അധികം വൈകിപ്പിക്കാതെ അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. പഴയ വിഷയം തന്നെയാണ് നമ്മുടെ അലമ്പ് കേസില്ലേ, മറ്റേ വീടുണ്ടാക്കിയ കേസ്. അങ്ങനെയാണ് ഇത്. എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് പോകാൻ സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. സത്യം, ഇത് മരണം വരെ ഇത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മുടെ മരണം വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരാളെ സഹായിക്കാൻ പോയതാ. എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ കാലത്ത് കൂടുതലൊന്നും ആരെയും സഹായിക്കരുത് എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് പഠിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്നൊക്കെ അതങ്ങ് പഠിച്ചേക്കണം. കൂടുതലൊന്നും ഒരാളെയും സ്നേഹിക്കാൻ പോകരുത്. ആരുടെയും കഷ്ടതകൾ കണ്ട് നമ്മൾ ഇന്ന് സഹായിക്കാൻ ചെന്നാൽ നാളെ അവരുടെ വായിരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. എക്സാമ്പിളാണ് ഇതൊക്കെ. ബാക്കി കാണാം. ഈ കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ്. ഒരു പുതിയൊരു അവതാരം വന്നിട്ടുണ്ടോ, രതീഷ് എന്ന് പറഞ്ഞിട്ട്, മറ്റേ എഴുന്നേൽക്കൂ രതീഷ് അല്ല, പ്രജീഷ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് പോലും ഞങ്ങളുടെ നായകന്റെ പേര് പോലും നിനക്കറിയില്ലടാ നാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരണ്ട. ആരാധകര് ഇദ്ദേഹത്തിന്റെ ആരാധകരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇദ്ദേഹം വലിയൊരു ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വലിയൊരു സിനിമാ നടനാണ്. സിനിമാ നടൻ എന്ന് പറയല്ലേ ചേട്ടാ, അത് കേൾക്കുമ്പോഴാ സഹിക്കാൻ വയ്യാത്ത. അല്ല, അതൊക്കെ പോട്ടെ. ഈ പ്രതീഷിന് ആരാധകരുണ്ടോ ഇവിടെ? എനിക്ക് അറിയാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ വ്യക്തിയെ ഞാൻ കാണുന്നത് രേണുസുതി കാരണമാണ്. എനിക്ക് ഈ വ്യക്തിയെ നേരത്തെ അറിയത്തൊന്നുമില്ല. രേണുവിൻ്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ നടന്ന് അങ്ങനെ അത് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്. രേണുവായിട്ട് അഭിനയിക്കാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ചേട്ടാ നിങ്ങൾ ഏറിപ്പോകുമെന്ന് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതാ സംഭവിച്ചിരിക്കുന്നത്. രേണു കാരണം ഏറിപ്പോയി വൈറലായ ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഒരാളുടെ അഭിനയം, അത് ഓരോ ആൾക്കാരുടെ അഭിനയം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ചിലപ്പം പുള്ളിയുടെ അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. പക്ഷെ എനിക്ക് വലിയ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എന്തായാലും പ്രതീഷ് ചേട്ടൻ്റെ ഫാൻസ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ വോട്ടിങ്. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. ആൽബം മേഖലയിലെ പ്രേം നസീറാണ് ഈ ചെങ്ങായി. ഏതാ അറിയില്ല എനിക്ക് കേട്ടോ. ഇപ്പോൾ ഒരു ഇന്നലെ മിഞ്ഞാന്നോട്ടൊരു വീഡിയോ കണ്ടിരുന്നു.
ഇയാൾ അങ്ങോട്ട് പറയാ ബിൽഡേഴ്സ് സമ്മതിച്ചാണല്ലോ ആ വീട്ടിൽ ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്താണ് ബിൽഡേഴ്സ് സമ്മതിച്ചു ചോർച്ച ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ പൊന്നുമോനെ ആരാടാ സമ്മതിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഫിറോസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്, ആ വീടിന് ചോർച്ചയില്ല. ആ വീടിന് ചോർച്ചയില്ല. ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല. കാറ്റടിക്കുമ്പോൾ, ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റലടിച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം വരുന്നുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ്, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുത്താണ്. ഓക്കെ, ഫിറോസിക്ക ഈ പറയുന്ന കാര്യം പുള്ളി ആദ്യം തൊട്ട് ഇത് തന്നെയാണ് പറയുന്നത്. പുള്ളി മാറ്റി പറയുന്നത് ഞാനെങ്ങും കേട്ടിട്ടില്ല. ചാറ്റൽ അടിച്ച് കയറുന്നുണ്ട്, ഫ്രണ്ടിലെ ആ ഒരു നമ്മളെല്ലാവരും കണ്ടതാണ്, അതുവഴി ചാറ്റൽ അടിച്ച് കയറും, അത് ഈ പുള്ളി സമ്മതിച്ചാണ്. ചോർച്ചയുടെ കാര്യം ഇദ്ദേഹം എങ്ങും സമ്മതിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. രേണുസുതിയാണ് ഏതോ ഒരു ഇന്റർവ്യൂവിലോ എവിടെയോ ബൈറ്റിലോ എവിടെയോ പറയുന്നുണ്ട് റിതപ്പന്റെ റൂമിലും ചോർച്ചയുണ്ടെന്ന്. അത് ഒറ്റ തവണയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, പിന്നെ അത് പറഞ്ഞിട്ടില്ല. കാരണം അത് പണിയാവുമെന്ന് മനസ്സിലായി. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല ചേച്ചി. പിന്നെ പറയുന്ന മൊത്തം ഈ ചോർച്ച എന്ന് പറയുന്നത് അത് ഞാൻ അങ്ങ് ചാറ്റിലാണ് ശരിക്കും, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ ചോർച്ചയായിപ്പോയി ഇതേ ചേച്ചി പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ വേറെ റിതപ്പന്റെ റൂമിൽ ചോർച്ച ഉണ്ടായിരുന്നു എന്ന് ഇവർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ടേ ഇല്ല, ഒരൊറ്റ തവണയെ അത് പറഞ്ഞിട്ടുള്ളൂ. പോയി തപ്പിയാൽ കിട്ടും അത്. എനിക്ക് വയ്യ ഈ പഴയതൊക്കെ പോയി ചെകഞ്ഞെടുത്ത്. പക്ഷേ ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? കാണാത്തവരൊന്ന് പോയി എവിടെയെങ്കിലും തപ്പിയാൽ ചിലപ്പോൾ കിട്ടും. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ പ്രതീക്ഷ മോനൊക്കെ അതൊന്ന് കാണുക. മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഈ വ്യക്തി വീട് റെഡിയാക്കി കൊടുത്ത വ്യക്തിയൊക്കെ അവർ ചോർച്ച ഉണ്ടെന്ന് സമ്മതിച്ചു. ചോർച്ചയും ചാറ്റലും വ്യത്യാസം മോനെ. ചാറ്റലാണെന്ന് പുള്ളി ആദ്യം തൊട്ടേ പറഞ്ഞു. പക്ഷെ പുള്ളി അത് സമ്മതിക്കുമ്പോൾ പോലും ഞാൻ ഉന്നയിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അത് മഴയിൽ നിന്നും കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വീടായിരിക്കണം. പക്ഷെ ഇവരത് ചെയ്തപ്പോൾ അവർക്ക് ചെറിയൊരു പാകപ്പിഴ പറ്റി. ആ ഫ്രണ്ടിൽ അവർ വിചാരിച്ച് കാണത്തില്ല, പക്ഷെ അത് വിചാരിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ, നല്ല മഴ വരുമ്പോൾ എന്താണെങ്കിലും അടിച്ച് കയറുമെന്ന് ചിന്തിക്കണമായിരുന്നു. അത് അവിടെ അവർക്ക് ഒരു അബദ്ധം അവർക്ക് പറ്റി. അവർ തന്നെ എന്നിട്ട് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. 10,000 രൂപയുടെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അറിഞ്ഞത്. ആ പരിപാടി തീർത്തു. ആ 3,000 രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തൊന്ന് അടയ്ക്കാൻ വയ്യാത്ത രേണുസുതിയും കുടുംബത്തിനെയൊക്കെ വേറെ എന്താ നമ്മൾ പറയണ്ടേ? ഇവരത് ചെയ്തും കൊടുത്തു. അത് ചെയ്യാൻ വയ്യ. ഒരു 3,000 രൂപ ഇത്രയും ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ചെയ്ത് നടന്ന ചേച്ചിക്ക് 3,000 രൂപ വെച്ചത് അടയ്ക്കാൻ പറ്റത്തില്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ്, അവരുടെ വീട്ടിൽ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള അവരുടെ ഇഷ്ടമാണ്. അത് നാട്ടുകാരും വീട്ടുകാരും വേറെ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മീഡിയക്കാരും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഓൺലൈൻ മീഡിയയിൽ വന്നത് പറയുന്നതിന് മുമ്പ് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ പറയേണ്ട കാര്യമില്ലായിരുന്നു, അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അതെടുത്ത് പറഞ്ഞ് ഇത്രയും വലിച്ചു കയറി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ആ സ്ത്രീ തന്നെയാണ്. ബാക്കി പിന്നെ വരുന്നത് അതിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഇഷ്യൂസ് ആണ്. അത് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കും, ചിലപ്പോൾ ചെയ്തു കൊടുക്കില്ല. അത് വേറെ വിഷയം, അതവിടെ കിടക്കട്ടെ. ചാറ്റലുണ്ടെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ് നമ്മൾ ഇനി അത് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ, അത് ബിൽഡേഴ്സിന്റെ അവരെ ബിസിനസിനെ ബാധിക്കുന്ന എന്താണ് ഉപദേശവും പിന്നെന്താ വേണമുണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടട്ടാ. പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ. പിന്നെ ഞാൻ ഈ പറയുന്ന രേണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ രേണുവിന്റെ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അടുത്തോ ഒന്നും ഒരിക്കലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. മോശമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു എന്താണ്, രേണുവിന്റെ പപ്പ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ഫിറോസിക്കയ്ക്ക് അറിയാമായിരിക്കും. ഫിറോസിക്ക പറഞ്ഞതിനകത്തോടെല്ലാം ഞാൻ യോജിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം യോജിക്കാൻ പറ്റുന്നില്ല ഫിറോസിക്ക. അത് വേറൊന്നുമല്ല, ഉപദേശവും ഊഞ്ഞാലാട്ടിലും വേണ്ട എന്ന് നമ്മുടെ ഫിറോസിക്ക പറഞ്ഞ ആ ഒരു കാര്യം. ഫിറോസിക്ക ചില സാഹചര്യങ്ങളിൽ ഉപദേശം കൊടുക്കണം, കൂട്ടത്തിൽ നമ്മളൊന്ന് ഊഞ്ഞാലാട്ടി വിടുകയും വേണം. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മളെ കൊത്തും. ഇക്കൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ കേസിലല്ല, ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ കേസിൽ ഇങ്ങനെ സംഭവിക്കാം, ഞാൻ തന്നെ ചിലപ്പോൾ ചെയ്യും. ചില ആളുകളെ നമ്മൾ വിമർശിക്കുമ്പോൾ തെറ്റുകളും കാണിക്കും, എന്നാൽ അതിനകത്ത് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അതും നമ്മൾ കാണിക്കും ചേട്ടാ. അത് കാണിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഈ ഒരു കേസ് കണ്ടപ്പോൾ എനിക്ക് അതും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ പ്രജീഷ് മോൻ കിട്ടിയ ഒരു ഗ്യാപ്പിൽ, പ്രജീഷ് മോനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ ഫോളോ ചെയ്തില്ല, ഈ വിഷയം കണ്ടപ്പം ഇവൻ്റെ നേരത്തെ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് തപ്പാൻ വേണ്ടി ഞാൻ തപ്പാൻ ചെന്നപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. രേണുസുധിയുടെ ചില വീഡിയോകളൊക്കെ കൂട്ടുകാരൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരങ്ങ് ബിഗ് ബോസിൽ പോയി, എന്നാലും അവരെ വിടാൻ പ്രജീഷ് മോന് പറ്റുകയില്ല. ഇപ്പോഴും അവരുടെ ബിഗ് ബോസിലെ മറ്റേ കരച്ചിൽ, മറ്റേ തത്തമ്മയുടെ കണ്ണില്ലായ്മ, തത്തമ്മയെ നോക്കിയുള്ള സംസാരം, ഇതൊക്കെ റിയാക്ട് ചെയ്തേക്കുന്ന കണ്ട് അതിൻ്റെ തുടക്കത്തിൽ ചെറിയ രീതിയിൽ ചിരിച്ചിട്ടൊക്കെ പിന്നെ മറ്റേ കിച്ചുമോൻ്റെ ഒക്കെ പേര് പറഞ്ഞ് സങ്കടപ്പെടുന്ന, അതൊക്കെ സഹതപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രജീഷിനെ ഞാൻ കണ്ടു. അതായത്
അദ്ദേഹത്തിനും അറിയാം ആ ഒരു ലേഡി കാരണമാണ് ഇവൻ കയറി വന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം അവൻ ഊറ്റിയെടുത്തിട്ടേ വിടത്തുള്ളൂ. മനസ്സിലായോ? അപ്പം റിയാക്ഷൻ ചാനലുകാരെ ബാക്കി എല്ലാവരും നീ കുറ്റം പറയുന്നുണ്ടല്ലോ, നീ അതിൻ്റെ വേറൊരു വേർഷനാണ് മോനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്കുക. ഇനി മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ പള്ളിയച്ചൻ ബിഷപ്പ് അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഇനി ഒന്ന് കേൾക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നത്, നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കേൾക്കാം, എന്നിട്ട് ബാക്കി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുധിയുടെ പിതാവ് യൂട്യൂബറിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ യൂട്യൂബേഴ്സിനെ പരസ്യമായി ആക്ഷേപിക്കുന്നത് ഞാൻ കേൾക്കുവാനിടയായി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ കാണിച്ചാണ്. യൂട്യൂബേഴ്സിനെ കംപ്ലീറ്റ് ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തകരാണ് ഇവരെ ഇത്രയും ഇതാക്കിയത്. ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് രേണുസുധി എന്ന് പറയുന്ന ഒരു ലേഡി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും എല്ലാം ആർക്കുള്ളതാണ്? യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾക്കുള്ളതാണ്. ഇല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ വിഷമങ്ങൾ യൂട്യൂബിലൂടെ അല്ലേ പലരും കാണുന്നത്. അവരുടെ കുഞ്ഞിന് ബേബി ടോയ് ഇല്ല, അവരുടെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ നല്ല ലോകരാജ്യങ്ങളിലെ മലയാളികൾ 3.5 കോടി മലയാളികളിൽ 10,000 മലയാളികളെങ്കിലും ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫുഡ് കൊടുത്തു, സഹായം കൊടുത്തു, അവർക്ക് ഡ്രസ്സ് കൊടുത്തു. അവർ പറയുന്നത് അവരെ പലരും ഡ്രസ്സ് വരെ കൊടുത്ത് സഹായിക്കുന്നു. നമ്മുടെ മലയാളികൾ എത്ര നല്ല മനുഷ്യരാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട്. മലയാളികൾ ഭൂരിഭാഗം ആളുകളും നല്ലവർ തന്നെയാണ്. പിന്നെ രേണുസുധി ബിഗ് ബോസിൽ പോയ കഥ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റിയാക്ഷൻ ചാനലുകളും ഇവിടുത്തെ ഓൺലൈൻ മീഡിയകൾ അവരുള്ളതുകൊണ്ട് മാത്രമാണ് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ബിഗ് ബോസിലിരിക്കുന്നത്. അത് 101% ശരിയാണ്. അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ രേണുസുധിയും കുടുംബവും ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ രേണുസുധിയുടെ കഴിവ് കൊണ്ട് മാത്രം കയറി വന്ന കഴിവില്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തിനാണെന്നറിയോ? കള്ളം പറയാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഉള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്. പിടികിട്ടിയില്ലേ? പക്ഷേ ഇവിടുത്തെ റിയാക്ഷൻ ചാനലുകൾ, ഇവിടുത്തെ ഓൺലൈൻ മീഡിയകൾ അവരുടെ പുറകെ പോയി ഇൻ്റർവ്യൂ എടുത്ത് അവരെ പിന്നെയും കുഴപ്പത്തിലാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്ന് ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത്. റിയാക്ഷൻ ചാനലുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ അതുൽ വ്ളോഗ്സ്, അവന് രേണുസുധി ഇറങ്ങി വന്നിട്ട് ഒരു ഷൈക്കാൻഡ് കൊടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൻ കാരണമാണ് ഇത്രയും, അല്ലേ? അതിനുശേഷം പിന്നെ എല്ലാവരും എടുത്ത് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചിട്ട് അവൻ ഇവരെ മോശമാക്കി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആരും അങ്ങനെ വിചാരിക്കേണ്ട. അതിൽ ഇവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതിൽ അങ്ങ് കയറി വളർന്ന് പിന്നെ അവനെതിരെ കേസ് കൊടുത്ത് ആ ചെറുക്കനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇങ്ങനെയൊക്കെ അത്യാവശ്യം സെറ്റായി ഇപ്പം ബിഗ് ബോസ് വരെ എത്തി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് വലിയ യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്തു, വ്ളോഗേഴ്സ് ഇങ്ങനെ ചെയ്തു, മറ്റേ തങ്കച്ചൻ ചേട്ടൻ ഇരുന്ന് യൂട്യൂബേഴ്സിനെ തെറി പറഞ്ഞു. നിങ്ങളുടെ മോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് എന്ന് പറയുന്ന സംഗതി ഉള്ളത് കൊണ്ടാണ് ചേട്ടാ, ഇല്ലെങ്കിൽ ഒന്നും എങ്ങും ഇല്ല. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. നമ്മുടെ മലയാളികളുടെ ആ നല്ല മനസ്സൊന്ന് ഓർത്ത് നോക്കിയാണ്. ഇപ്പോൾ പുറത്തുള്ളൊരു രേണു, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ളൊരു രേണുവിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂസിന് അവർ ബോൾഡായിട്ട് സംസാരിക്കുന്നു, ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം രേണുവിൻ്റെ പ്രസൻസ് അങ്ങനെ ഒരു വീട്ടിലുണ്ടോ എന്ന് തന്നെ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ നോക്കിയിരുന്ന് മക്കളെ കുറിച്ചോർത്ത് കരയുക, കിച്ചുവിനെ കുറിച്ചോർത്ത് അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയുക, ഋതപ്പനെ മിസ് ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ അവരുടെ ഒരു വേറെ സൈഡാണ് നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീട് ഇപ്പം ഞാൻ ഇവിടുന്ന് 30 മീറ്റർ ദൂരമല്ല ഉള്ളൂ. ഈ പുതിയ വീട് അവർക്ക് പണിത് കൊടുത്തിട്ട് അവിടെ അവരാകെ താമസിച്ചത് ഒരു മാസത്തിൽ താഴെ അവരവിടെ താമസിച്ചേക്കുന്നത്. ബാക്കി മുഴുവൻ ദിവസവും ഇവർ നാടകം അഭിനയിക്കാൻ പോകുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ ഒക്കെ പോകുന്നിടത്ത് ഈ മക്കളെ കൊണ്ടുപോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ആ പോകുന്നിടത്തൊന്നും ഇവർ മക്കളെ കൂടെ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ രേണുവിൻ്റെ അമ്മയും ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ അഭിനയിക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും, യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങൾ, ഓരോരുത്തരും മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾ എവിടെയെങ്കിലും രേണുസുധിയോടൊപ്പം മക്കളോ അമ്മയോ ചേച്ചിയോ വന്നായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഇവർക്ക് എന്തോ ചെയ്തു, ഒരു ഹോം സിക്നെസ് വന്ന് കാണും. ഹോം സിക്നെസ് വരണമെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്കല്ലേ പള്ളിയിലച്ച, അല്ലെങ്കിൽ ബിഷപ്പ്, എങ്ങനെയാണ് വിളിക്കേണ്ടത് എനിക്കറിയില്ല, പ്രിയപ്പെട്ട അദ്ദേഹം പറയുന്നത് പോലെ വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്കായിരിക്കണമല്ലോ ഈ ഒരു ഹോം സിക്നെസ് എന്ന് പറയുന്ന ഒരു സാധനം വരേണ്ടത്. ഇത് താങ്കൾ തന്നെ പറയുന്നുണ്ട്, അധികം അങ്ങനെ വീട്ടിൽ നിൽക്കുന്നില്ല. സത്യമാണ്, മിക്ക ദിവസങ്ങളും ഷൂട്ടാണ്. അങ്ങനെ ഒരാൾക്ക് വലുതായിട്ട് ഹോം സിക്നെസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കിച്ചു ഋതപ്പനെ ഇടയ്ക്കൊക്കെ വന്ന് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഋതപ്പനെ മിസ്സാവുന്നുണ്ടെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം. പക്ഷേ
രേണു ഇവിടെ വീട്ടിൽ വരുന്നത് തന്നെ കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ആ കിച്ചുവിനെ കാണുന്നത്. ആ കിച്ചുവിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ വേറൊന്നും അല്ല. അകത്ത് ചെന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇവിടെയാണെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരും നമ്മൾ റിയാക്ഷൻ ചാനലുകാരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും ഓരോന്ന് തിരിച്ചും കുണിച്ചും ഒക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. രേണു അതിന് മറുപടി തരുന്നു, അതിൻ്റെ പേരിൽ വിഷമിക്കുന്നു. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. അകത്ത് ചെന്നപ്പോൾ ഒന്നുമില്ല, പുറത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പുറത്ത് നടക്കുന്നതൊന്നും അറിയത്തില്ല. അപ്പൊ പുതിയൊരു ഐറ്റം ഒക്കെ ഇറക്കി, അത്രേ ഉള്ളൂ. തത്തമ്മേ നിനക്ക് കണ്ണില്ല, നീ പോയേ, നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ചിക്കിടി, ഇതേ ഉള്ളൂ. എന്നിട്ടിരുന്ന് കിച്ചുമോനെ ഋതപ്പ എന്ന് പറഞ്ഞിരുന്ന് കരയുക. വേറെ എന്തെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല അവിടെ എന്തെങ്കിലും കാണിക്കുന്നതായിട്ട്. നമുക്ക് ബാക്കി കണ്ടാലോ. ഇപ്പം നമ്മൾ പുള്ളിക്കാരത്തി മോഹൻലാലിനോട് പറയുന്നത് കേട്ടു, ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ചിരിയാ വന്നത്. എന്താണെന്ന് പറയട്ടെ, ഇവർ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അന്നേരം ഒരു സകുടുംബം നേരെ ബാംഗ്ലൂർക്ക് പോയോ? ഈ കള്ളത്തരങ്ങളെല്ലാം ജനം കണ്ട് മനസ്സിലാക്കണം. രേണു സുധിര എല്ലാം അഴിഞ്ഞ് പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ സർവശക്തനായ ദൈവം അവരെ ബിഗ് ബോസിൽ എത്തിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ഇവിടെ ഇരുന്ന്. കാരണം ഉണ്ടല്ലോ, സകല കള്ളത്തരവും കേരള സംസ്ഥാനത്തിലെ ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ തങ്കച്ചനാണ് ആ കൊച്ചിനെ നോക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛാ, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം. ഒരു പള്ളിയിലച്ഛനല്ലേ. അപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ബാക്കി ആരും മറന്നില്ലെങ്കിലും നിങ്ങളല്ലേ മറക്കേണ്ടത്. നിങ്ങൾ മറക്കണമെന്നൊന്നും അല്ല പറയുന്നത്, നിങ്ങളും മനുഷ്യജീവിയാണ്. പക്ഷേ എന്നാലും എൻ്റെ ഒരു സംശയമാണ്, ഒരുപാട് പേരെ ഉപദേശിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള താങ്കൾ ആ ഒരു വാക്ക് പറയണ്ടായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. അവരുടെ ആ ഒരു താഴ്ചയിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. പിന്നെ പൊയ്മുഖം അതത് തീർന്നു കഴിഞ്ഞു. ഓൾറെഡി എല്ലാവർക്കും നേരത്തെ ഈ അച്ഛൻ പറഞ്ഞതുപോലെ മറ്റേ നേഴ്സിങ്ങിൻ്റെ കഥ ആദ്യമേ ലാലേട്ടനോട് അവിടെ കയറുമ്പോൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എങ്ങും പോയി നിന്നിട്ടില്ല, ഒരു ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല. എന്നിട്ട് മറ്റേ കഥ പറയുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ പോയി, ഇവിടുന്ന് പോകുമ്പോഴേ ബാംഗ്ലൂർ കഥയൊക്കെ നമുക്ക് അറിയാമല്ലോ, പഠിക്കാൻ പോയ കഥയൊക്കെ ഇൻ്റർവ്യൂവിനകത്തൂടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയ കഥയൊക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ എവിടെയാണ് നിന്നത്? ഹോസ്റ്റലിലല്ലേ? അല്ല, ഹോസ്റ്റൽ വിട്, കോളേജ് ഹോസ്റ്റലിൽ നിന്നില്ല, പുറത്താണെങ്കിലും വീട്ടിൽ നിന്ന് മാറിയല്ലേ നിന്നത്? അതോ ഡെയിലി ബാംഗ്ലൂർ കോട്ടയം പോയി വന്നാ ചേച്ചി? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. തെറ്റുമെല്ലാം പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. സംശയമായി ഇതൊക്കെ. ചോദിച്ചൂടെ? സംശയം മാത്രം, ബാക്കി കേൾക്കാം. പിന്നെ അവരുടെ അമ്മയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. തങ്കച്ചനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഞാനിവിടെ താമസിക്കുന്ന ആളായോണ്ട് ഈ പറയാം. എന്നോട് ചോദ്യേ, ഇപ്പം എന്നെ കൊല്ലാൻ വരെ ഇവിടെ വണ്ടി വിട്ടത് ആരാന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ ജീവന് ഭീഷണിയായിട്ട് വാഹനങ്ങളിൽ ഇവിടെ ആളിനെ സന്ധ്യസമയത്ത് ഇവിടെ വിട്ടു, ഇവിടെ കൊണ്ടുവന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തിയിട്ട് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ ജീവന് ഭീഷണി വരുത്തിയത് ആരാണെന്ന് ഇവർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കത് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഒരാളെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല. ചെറിയ ഒരു പരാമർശമൊന്നും അല്ല ഇത്. രേണുസുതി ബിഗ് ബോസിൽ പോയപ്പോൾ ചിലപ്പോൾ PR കൊടുത്തിട്ടായിരിക്കാൻ പോയിരിക്കുന്നത്, നമുക്കറിയത്തില്ല. ഞാൻ ഇതിനായിട്ടൊന്നും കേട്ടിട്ടില്ല അതിനെപ്പറ്റി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു PR ഗുണ്ട എന്ന് പറയുന്ന ഒരു ഐറ്റം ഒരു സമയത്താകുമ്പോൾ ഇറങ്ങുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ടീമുകളാണോ? അതോ ഇനിയും രേണു തന്നെ നേരത്തെ എന്തെങ്കിലും അകത്തോട്ട് പോയി കഴിയുമ്പോൾ പുറത്ത് ഇദ്ദേഹത്തെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി നമുക്കറിയത്തില്ല. സംശയങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ, വൈകുന്നേരം ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഇത്രയും കാലം അദ്ദേഹത്തിന് ഒരു ശത്രുക്കളും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചില പ്രശ്നങ്ങളിലാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥന, അതേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പള്ളിയിലച്ചൻ, ബിഷപ്പ്, താങ്കൾ പറ്റുമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വല്ലതും ഈ ഒരു കാര്യം പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കൊടുത്തിടുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം, കുറച്ചും കൂടെ. എൻ്റെ ജീവൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് കേരള സമൂഹത്തോട് പറയാം, എന്നെ ഒരാൾ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു ശത്രുത ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സ്ത്രീ പോയപ്പോൾ എത്രമാത്രം ഇവരുടെ PR വർക്ക് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭീഷണിയുണ്ട്. എന്നെ വകവരുത്താൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പല കമൻസും എന്നെ പിള്ളേർ കൊണ്ട് കാണിച്ചു, ബിഷപ്പ് ഇനി ശബ്ദിക്കരുതെന്ന്. ഞാൻ മരിക്കുന്ന സമയം വരെ എൻ്റെ നാവിന് ബലം ദൈവം തരുന്ന നിമിഷം വരെയും നീതിക്ക് വേണ്ടി നിൽക്കും. അനീതി കണ്ടാൽ ഞാൻ ശക്തമായിട്ട് എതിർക്കും. അനീതി എന്നെ കൺമുമ്പിൽ കണ്ട, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിലിപ്പം എന്നെ തേടി എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. ഞാൻ അനീതി കണ്ടാൽ ഉള്ള കാര്യം പറയും. എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ ഞാൻ അനീതി കണ്ടാൽ പറഞ്ഞിരിക്കും.
അതിനി രേണുസുതി ബിഗ് ബോസിൽ തിരിച്ചു വന്നെന്ന് പറഞ്ഞാലും എന്നെ ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ ഞാൻ മരിക്കുന്നിടം വരെ തിരിച്ച് കോടതി കയറിയിട്ടാണെങ്കിലും ഞാൻ നീതി നേടിയേ അടങ്ങത്തുള്ളൂ. ഞാൻ കേട്ടല്ലോ, എല്ലാം നിങ്ങൾ കേട്ടല്ലോ. രേണുസുതി ഒരു ബിഗ് ബോസ് വിന്നറായിട്ട് വരും എന്നൊന്നും ഞാൻ അധികം അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല. നല്ല ഗെയിം കളിക്കുവാണെങ്കിൽ വിന്നറായിട്ട് തന്നെ വരട്ടെ. പക്ഷേ ഇപ്പം രേണു അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ കണ്ടിട്ട് അധികം നാൾ അവരതിനകത്ത് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിനകത്ത് നല്ല ഗെയിം കളിച്ച് നിൽക്കുന്നവർ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഒരാൾക്കല്ലേ കപ്പൊക്കെ കിട്ടേണ്ടത്, അത് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഈ PR കൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുന്ന ഒരാൾക്ക് അകത്ത് അയാൾ സെറ്റ് ചെയ്തിട്ടാണ് PR-നെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അയാൾ അതിനകത്ത് നിൽക്കുമ്പോൾ പുറത്തൂടെ PR വർക്ക് നടന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും അവർക്ക്. ഇതൊന്നും ചെയ്യാതെ മൂലയ്ക്ക് മാത്രം മാറിയിരുന്ന് മറ്റേ കരച്ചിലും കൂവലും കൊണ്ടിരിക്കുന്ന രേണു വിന്നറാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കറണ്ട് പോയി, അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുക, കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ആദ്യമായിട്ട് കണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.